ആ തങ്കം. ഓ സോനനെ ആ എന്തൊക്കെയുണ്ട്? ഞാൻ പഞ്ചായത്ത് ഓഫീസ്. ആ പഞ്ചായത്തിലാ. രാഗിമുണ്ടോ? പിന്നെ തയ്യലൊക്കെ ഉണ്ടോ ഇപ്പം? പിന്നെ തയ്യല് കുറവാണ്. നീ ഏതൊക്കെ ഫാഷൻ തയ്ക്കും? ഞാനെല്ലാം തയ്ക്കും. സാരി, ബ്ലൗസ്, ചുരിദാറ്, നൈറ്റി. ആണുങ്ങളൊന്നും തയ്ക്കൂല. അപ്പൊ ഈ പീസ് വർക്കൊക്കെ വന്നാ ചെയ്യുവോ? പീസ് വർക്ക് ഒരു സെറ്റ് ചുരിദാർ തയ്ച്ചു കൊടുത്താൽ ഇത്ര രൂപ കിട്ടും. ആ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ്. കനകന്റെ പരിചയത്തിൽ ആർക്കും അങ്ങനെ തുടങ്ങിയിട്ട് എനിക്ക് മെഷീൻ ഒടിഞ്ഞു പോയി. എന്നാ കഥ. അത് ഞാൻ ചോദിക്കാൻ കാര്യം, എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ഗാർമെന്റ്സിന്റെ ഓഫീസ് തുടങ്ങുന്നുണ്ട്. അപ്പൊ അതിൽ തയ്ക്കാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാരെ വേണം. അവിടെ പോയിരുന്നു തയ്ക്കണം. അത് എനിക്കറിയാം, നിനക്ക് പറ്റില്ല എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ കുറച്ച് പീസ് വർക്ക് കൂടെ തന്നാൽ നിനക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഇങ്ങനെ തുണിയൊക്കെ അവർ തരില്ലേ? പിന്നെ തുണി നൂലെല്ലാം കൊണ്ട് തരും. തച്ചു കൊടുക്കുക, അതിന്റെ കൂലി കിട്ടും. നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഓർഡറും തരും. പിന്നെ നല്ല പൈസയും വാങ്ങിച്ചു തരാം. അല്ല അപ്പൊ ഒരു പീസിന് എത്ര രൂപ കിട്ടും എന്നെങ്ങാനും പറഞ്ഞു? അതൊന്നും പറയാം, അത് ഞാൻ ചോദിക്കാം. നിന്റെ അടുത്ത് അഭിപ്രായം ചോദിച്ചിട്ട് നീ അങ്ങനെ ചെയ്യുമെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുമോ? അതെ, എനിക്കൊരു ടെൻഷൻ എന്താണെന്നറിയോ, അമ്പിളിച്ചേട്ടൻ കൊണ്ടുവന്നതായതുകൊണ്ടേ ക്ലീറ്റോ ചേട്ടൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും? അയ്യേ അങ്ങനെ പ്രശ്നമൊന്നും. അല്ല തങ്കം, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ആയതുകൊണ്ട് ഞാൻ ഇടപെട്ടുണ്ടാവും. ഒന്ന് ചോദിക്കണം നല്ലതല്ലേ? ഞാൻ ചോദിച്ച് സമ്മതിപ്പിക്കാം. അമ്പിളിച്ചേട്ടൻ ഇപ്പൊ പറയാ അവരോട് ഞാൻ റെഡിയാണെന്ന് പറയും. അത് ഞാൻ പറഞ്ഞാൽ ചെയ്യും. അതുകൊണ്ടല്ല അമ്പിളിച്ചേട്ടാ, ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് തയ്ക്കണതേ. അതുകൊണ്ടിട്ട് എനിക്ക് ഇവിടെ തയ്യൽ കുറഞ്ഞ. പിന്നെ ഇപ്പൊ അതും വേറെ ആരെങ്കിലും കൊണ്ടുപോയാൽ പിന്നെ എനിക്ക് വേറെ ഒന്നും ഇല്ല. ആരും കൊണ്ടുപോയില്ല. ഞാൻ ആ ഉറപ്പ് ഞാൻ തരാം. പക്ഷെ എനിക്ക് ഞാൻ അവന്റെ അടുത്ത് വഴക്കിന് വിടാൻ വയ്യ. അതുകൊണ്ടാണ് ഞാൻ പറയാം, അവന്റെ അടുത്ത് ചോദിച്ച് പെർമിഷൻ വാങ്ങിച്ചു. ഡാഡി എന്തായാലും സമ്മതിക്കും. അയ്യോ ഡാഡി സമ്മതിക്കും. എന്തായാലും തങ്ക ചേച്ചിക്ക് നല്ല വർക്കായിരിക്കും. സമ്മതിപ്പിച്ചാൽ മതി. എന്നാ ഇറങ്ങട്ടെ. അപ്പൊ മറക്കല്ലേ, അതൊന്ന് പറഞ്ഞിട്ട് കേട്ടോ. ബൈ ബൈ. വരണട്ടാകട്ടെ. പിന്നെ ചായ വേണ്ടേ? ചായ എടുക്കാൻ വരട്ടെ, അവിടെ ഇരിക്കേ. അല്ല, ഇപ്പൊ എന്താണ് ഈ പലഹാരത്തിന്റെ ഒരു വിശേഷം? അത് ഭർത്താവിനെ സന്തോഷിപ്പിക്കേണ്ട ഭാര്യയും മോളുടെ ചുമതലല്ലേ? ചുമലത. അയ്യോ, അല്ല എനിക്ക് മനസ്സിലായി. അല്ല, എനിക്ക് ഇപ്പൊ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയിപ്പോ ഒരുപാടങ്ങ് എന്നെ സന്തോഷിപ്പിക്കണ്ട. ഇത് കാര്യം അറിഞ്ഞിട്ട് ഞാൻ കഴിക്കാം. എന്ത് കാര്യം? അല്ല, ഈ സന്തോഷത്തിന്റെ മോള് പറഞ്ഞല്ലോ, സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അങ്ങനെ ചെയ്യോ ക്ലീറ്റോ? എന്റെ മനസ്സിൽ അങ്ങനെ അങ്ങ് തോന്നി. എന്റെ ക്ലീറ്റോന് നല്ല ഭക്ഷണം കൊടുക്കണം, ക്ലീറ്റോക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ തന്നെ. അല്ല, ഈ സാധാരണ അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ ഇതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളായതുകൊണ്ട് ഒരു സംശയം. എപ്പോഴും വിചാരിക്കും ക്ലീറ്റോ ഓരോന്നും ഉണ്ടാക്കണം എന്ന്. പക്ഷെ സമയത്തിന്റെ കുറവുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റാറില്ല. അതിപ്പോ എന്താ കാര്യം? ക്ലീറ്റോ ഉണ്ണിയപ്പം അല്ലെങ്കിൽ വട കഴിച്ചു. വടയല്ലേ ക്ലീറ്റോ? ഞാൻ എന്തോരം കഷ്ടപ്പെട്ടുണ്ടാക്കി ഒരെണ്ണം കഴിച്ചു നോക്കും. അമ്മ മോളെ എന്നെ സന്തോഷിപ്പിച്ച് ഞാൻ സന്തോഷ് പണ്ഡിറ്റായി മാറുമെന്ന് ഒരു സംശയം. എങ്ങനെ നമ്മളിപ്പോ എങ്ങനെ കടയിൽ നിന്ന് മേടിച്ചാലും നമ്മുടെ വീട്ടിലുണ്ടാക്കണ പോലെ ആവില്ല. അതുപോലെ നമ്മൾ വീട്ടിൽ എന്ത് കാര്യം ചെയ്താലും നല്ല രാശിയായിരിക്കും. വീട്ടിലെ നമ്മളിപ്പോ കുടിൽ വ്യവസായം പോലെ ഇതേപോലെയുള്ള വ്യവസായങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് അറിയാമെങ്കിൽ അതൊക്കെ ചെയ്യാം. നമുക്ക് ഒരു വടക്ക് നമ്മൾ പുറത്ത് 8 രൂപയ്ക്കൊക്കെ അല്ലേ വിൽക്കണത്. 10 രൂപ വരെ ഉണ്ട്. നമുക്കിത് ഉണ്ടാക്കാൻ എന്ത് ചെലവ് വരും? ഇതിന് മാത്രം ചെലവുണ്ടോ? ഫ്രീ ആയിട്ടല്ല, ഒരു വടക്ക് 3 രൂപയുടെ ചെലവുണ്ടാവും നമുക്ക്. ബാക്കി 5 രൂപ നമുക്ക് ലാഭമാണ്. പക്ഷെ നമ്മളെ കൊണ്ട് ഇത് പറ്റില്ല. ഭക്ഷണം ഉണ്ടാക്കുന്നതിനകത്ത് ഞാൻ അത്ര ഇപ്പൊ തയ്ക്കാനൊക്കെ ഒരു യൂണിറ്റ് നമുക്ക് വീട്ടിൽ തുടങ്ങാൻ പറ്റുമായിരുന്നെങ്കിൽ അത് സൂപ്പർ ആയല്ലേ ക്ലീറ്റോ? അങ്ങനെയല്ല, ഇതെന്ന് പറഞ്ഞ മെനക്കേടാ. നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കണമല്ലോ കടയിൽ പോയിട്ട്. ഇതാകുമ്പോ നമ്മുടെ വീട്ടിൽ നമുക്ക് നൂല് മേടിക്കണ്ട, തുണി മേടിക്കണ്ട, ഒന്നും മേടിക്കണ്ട. വെട്ടാനൊക്കെ ആണെങ്കിൽ എനിക്ക് അറിയുകയും ചെയ്യാം. ഒരു മോട്ടർ പിടിപ്പിച്ച ചവിട്ടാൻ വേണ്ടല്ലോ. ഒരു 2000 മുടക്കി ഒരു മോട്ടർ പിടിപ്പിച്ചാ പോരെ? ക്ലീറ്റോ, എന്റെ ഒരു സ്പീഡ് അനുസരിച്ച് ഞാനൊരു 10 പീസ് തയ്ക്കുന്നു വിചാരിച്ചു. ഒരു പീസിന് 100 രൂപ അല്ലേടി? ഒരു പീസിന് 100 രൂപ കിട്ടിയാല് കഴിക്കും. 10 പീസിന് എത്രയായി?
1000 രൂപ. കണക്കിന് പണ്ടേ നീ പുറകോട്ടാണല്ലോ. 1000 രൂപ ഒരാഴ്ച. അപ്പൊ 7000 രൂപ ആയോ നമ്മുടെ കയ്യില്? അപ്പൊ ഒരു മാസം. അപ്പൊ ഞായറാഴ്ച ഒഴിവില്ല? ഞായറാഴ്ച നമ്മ വീട്ടിൽ നിന്നും പോണില്ലല്ലോ, എനിക്ക് തയ്ക്കാലോ. അത് കൊള്ളാം. അതിനനുസരിച്ച് ഇപ്പോ കൊട്ടേഷൻ എവിടെയാ കിട്ടണ്ട? അതിനൊക്കെ വർക്ക് ഇതൊക്കെ എപ്പോഴും കിട്ടില്ല. ഇതാകുമ്പോ നമ്മളെ ഇഷ്ടത്തിന് ഉണ്ടാക്കി വെക്കാലോ. പക്ഷെ ഒരെണ്ണം വന്നിട്ടുണ്ട്. ഞാൻ ക്ലീറ്റോന് സർപ്രൈസ് ആവട്ടെ എന്ന് വിചാരിച്ച് പറയാഞ്ഞതാ. എനിക്ക് തോന്നി ഈ ഉണ്ണിയപ്പോ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചപ്പോ സ്നേഹത്തിലുണ്ടാക്കിയത്. ഇതും അതുമായിട്ട് കൂട്ടിക്കൊഴിക്കല്ലേ ക്ലീറ്റോ. ഇതെവിടെ നമ്മുടെ കുടുംബശ്രീന്ന് കിട്ടിയ കൊട്ടേഷൻ ആയിരിക്കാം. കുടുംബശ്രീന്നല്ല. പിന്നെ അവന്റെ കയ്യിന്ന് അപ്പൊ ഇതിനാണ് അമ്മയും മോളും കൂടെ എന്നെ അങ്ങ് സന്തോഷിപ്പിച്ചത്. ഇത് നേരത്തെ അറിഞ്ഞു ചെയ്തെടുത്ത് വെളിയിലെറിഞ്ഞാ. എന്ത് സന്തോഷിപ്പിച്ച ക്ലീറ്റോ? ഇത് ഞാൻ ക്ലീറ്റോന്റെ സ്നേഹത്തിൽ ഉണ്ടാക്കി. ആർക്ക് സ്നേഹം? മതി, നിന്റെ സ്നേഹമൊക്കെ മതി. എന്തുവാടാടി കമ്പിളിക്കുട്ടം ഓരോ പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അമ്പലിക്കുട്ടൻ അല്ലെങ്കിലും ഡാഡിക്ക് തെറ്റിദ്ധരിച്ചു. നീ മിണ്ടല്ലേ കേട്ടാ. ക്ലീറ്റോ, ഇത് അമ്പലിക്കുട്ടൻ ചേട്ടന്റെ ബിസിനസ് അല്ല. അമ്പലിക്കുട്ടൻ ചേട്ടനോട് ആരും അയാളൊന്നും അല്ല. അതിനകത്ത് ആരോ പറഞ്ഞിട്ട് ഇവിടെ എനിക്ക് തയ്ക്കാൻ അറിയാലോ, നമുക്കൊരു സഹായം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വന്ന് പറഞ്ഞേ. അതെ അല്ലേ? തൽക്കാലം അവന്റെ ഒരു സഹായവും നമുക്ക് വേണ്ട. ഞാനത് സ്വീകരിക്കണമില്ല. ഇത് വിട്ടിട്ട് വേറെ എന്തെങ്കിലും പരിപാടി നീ ഇതൊരു കാര്യം ഇതൊക്കെ ഉണ്ടാക്കി വിട്ടോ, കുഴപ്പമില്ല. ഇത് ഉണ്ടാക്കാൻ എനിക്ക് അത്ര അറിയില്ല. ഞാൻ പഠിപ്പിച്ചു തരാം. സ്പീഡില്ല എനിക്ക്. തങ്കം കളിക്കരുത് തങ്കം. ഞാൻ ഒരു കാര്യം പറയാം. അമ്മ എടുത്തും മോളെടുത്തും നിന്റെ അവിടുത്തെ പോക്കൊണ്ടര ഇച്ചിരി കൂടുന്നുണ്ട്, അതങ്ങ് നിർത്തിക്കൊള്ളണം. പിന്നെ അവനുമായിട്ടുള്ള ഒരു സഹവാസവും വേണ്ട. അമ്മ ഇച്ചിരി കരയട്ടെ. അതിന് ഈ അമ്പളിക്കുട്ടനുമായിട്ടുള്ള ഇടപാട് ഡാഡി അടുത്ത് ചോദിച്ചിട്ടല്ലേ അമ്മ എന്തേലും ഒക്കെ ചെയ്യുള്ളൂ. വില എന്താണെന്ന് ക്ലീറ്റോന് അറിയാമല്ലോ. കുടുംബത്തിലേ എനിക്കൊരു വില. പുറത്തിറങ്ങി എല്ലാരും മൂക്കത്ത് വിരല് വെക്കുക. ഇത്രയും പഠിച്ചിട്ട് നീ എന്താ ഒന്നും ചെയ്യാത്തതെന്ന്. ഡാഡി അമ്മ കരയണുണ്ടോ? കണ്ടോ ഡാഡിക്ക് ഒരു വിഷമമില്ലേ ഡാഡി? അമ്മയ്ക്ക് ഇതൊന്നും വിരിച്ചിട്ടില്ല. ഇത് ഞാൻ പറയണത് നിങ്ങൾ എന്റെ ഭാഗത്ത് ഒന്ന് ചിന്തിച്ചു നോക്കണം. എനിക്ക് എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരാളാണ് അമ്പളിക്കുട്ടൻ. അവൻ ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരുമ്പോ ക്ലീറ്റോന്റെ ഇഷ്ടങ്ങളൊക്കെ നടക്കട്ടെ. ക്ലീറ്റോന്റെ പാർട്ടിയും ക്ലീറ്റോന്റെ ആൾക്കാരൊക്കെ ആയിട്ട് ക്ലീറ്റോ എപ്പോഴും സന്തോഷമായിട്ട് കിടക്കണല്ലേ. എനിക്ക് വേണ്ട സാധിച്ചു കൊടുത്തൂടെ ഡാഡി? വേണ്ട വേണ്ട, എനിക്ക് വേണ്ട. എനിക്ക് എനിക്ക് കരച്ചു വരണം. ഞാൻ അറിയില്ല. രണ്ടാളും ഞാനിനി ഒരിക്കലും ക്ലീറ്റോനോട് ഒരാഗ്രഹവും പറയില്ല. അതെ ഞാനൊന്ന് പറയട്ടെ. ക്ലീറ്റോനെ വിഷമിച്ചതിന് സോറി. സംഭവം തങ്കം, ഇതിപ്പം കാര്യമൊക്കെ നമുക്ക് നല്ലത് തന്നെയാണ്. പക്ഷെ ഇത് അവൻ കൊണ്ടുവരണമെന്ന് പറയുമ്പോ എനിക്ക് എന്തോ അതൊരു സുഖക്കുറവുണ്ട്. അതെ എനിക്ക് വേണ്ട ക്ലീറ്റോ, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. അല്ല ഇത് ഞാൻ കഴിക്കാം. അതല്ല അതെ. പിന്നെ ഞാൻ പറയാം മോളെ, കാര്യം പറയട്ടെ. ഏട്ടാ ഇപ്പൊ ഒരു പ്രാവശ്യത്തേക്ക് ഈ ഒരു ഇടപാട് നമ്മളത് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അമ്പിളിക്കുട്ട ഇതിൽ ഇടപെടരുത്. നമ്മൾ നേരിട്ടുള്ള ഇടപാടായിരിക്കണം. സമ്മതിച്ചാ? അല്ല പിന്നെ ആ കൊണ്ടുവരുന്ന ആള് ഇത് അമ്പിളിക്കുട്ട ഇടനിലക്കാരനായിട്ട് പരിചയപ്പെടുത്തി തരണമെന്നല്ലേ ഉള്ളൂ. പിന്നെ അവൻ ഇതിൽ ഒന്നിലും ഇടപെടരുത്. അവനെ ഇടപെടുത്തുകയും ചെയ്ത് ഇതിന്റെ ഒരു കാര്യങ്ങളിലും അവനുണ്ടാവരുത് കേട്ടാ. നീ നേരിട്ടായിരിക്കണം ബാക്കി ബിസിനസ് ഡീലിങ്സ് എല്ലാം. അല്ലെങ്കിൽ അവന് ചിലപ്പോൾ ഇതിൽ നിന്നൊരു ലാഭമൊക്കെ എടുക്കും. അത് വേണ്ട നമുക്ക്. ക്ലീറ്റോന് നല്ല മനസ്സിൽ സമ്മതിച്ചാൽ മതി. എനിക്ക് വെറുത്തോണ്ട് സമ്മതിക്കലേ ഡാഡി. എന്ത് വെറുത്തോണ്ട്? എനിക്ക് പറപ്പും വെറുപ്പൊന്നുമില്ല. ഞാൻ സന്തോഷത്തോടെ തന്നെ. നിങ്ങളെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. പിന്നെ എന്ന് പറഞ്ഞിട്ട് ഡാഡിയെ സങ്കടപ്പെടുത്തരുത് കേട്ടാ തങ്കം. ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ. കാര്യങ്ങളൊക്കെ അതിൻ്റെ രീതിക്ക് ആയിക്കോളാം കേട്ടാ. ഞാൻ നോക്കും ഒന്ന് എങ്ങനെയാണെന്നൊക്കെ. ഞാനേ ഇല്ല എനിക്ക് മനസ്സിനെ ഒന്ന് സമാധാനമായിട്ട് ഞാൻ അത് കഴിക്കാം. ഒരു കാര്യമുണ്ട് ക്ലീറ്റോ, അത് മറന്നു.
പോയി. എന്തോ അതെ എന്റെ മെഷീനില്ലേ, മെഷീൻ 2-3 ദിവസമായിട്ട് ചവിട്ടിയിട്ട് ഇങ്ങനെ ശരിയാവണില്ല, കാണി പിടിക്കണില്ല. അതിനൊന്ന് ആരെങ്കിലും കിട്ടുമെന്നൊന്ന് നോക്കുവോ? അപ്പൊ ഞാൻ ഈ പരിപാടിയൊന്നും വേണ്ടാതെ എന്തിനാ വെറുതെ നമ്മൾ ഇനി അതൊക്കെ നന്നാക്കാൻ അതിന്റെ പുറകെ നടക്കുന്നതല്ലേ. ഡാഡി അങ്ങനെയല്ല ക്ലീറ്റോ, പെട്ടെന്ന് ശരിയാവുന്നതാ. പറ്റുമെങ്കിൽ മതിയേ, ഇല്ലെങ്കിൽ ഞാൻ തന്നെ ശരിയാക്കിക്കോളാം. ഞാൻ നോക്കട്ടെ, നമ്മുടെ നടരാജന്റെ പരിചയത്തിൽ ആരോ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആ നോക്കിയാ മതി. നോക്കാം നോക്കാം. Alien versus Alien.